വെൽക്കം ടു ഐഷസ് അക്കാഡമി. അപ്പോൾ ഇന്ന് എംകോ ഫോർത്ത് സെമസ്റ്ററിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ തിയറിയും ഉണ്ട് പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ സെക്ഷൻ ബിയിലും എസ് ഐയിലും ഒക്കെ എന്തുണ്ട് രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സാധാരണ തിയറി പഠിച്ചെഴുതാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ പ്രോബ്ലം സ്കിപ്പ് ചെയ്ത് എക്സാമിന് പോകുന്ന അതാണ് പ്രത്യേകിച്ച് പ്രോബ്ലം പേപ്പേഴ്സിന് എല്ലാം അങ്ങനെയാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോഴത്തേക്കും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കൂടുതൽ എന്ത് ഉണ്ടായിരിക്കും, പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത തിയറി ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തിയറിയും പ്രോബ്ലവും ഉള്ള ഏതൊരു പേപ്പറായാലും രണ്ടും ഒരുപോലെ. ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് പ്രോബ്ലം പാടായിരിക്കും, ബട്ട് പ്രോബ്ലം ഒട്ടും നോക്കാതെ പോകരുത്. തിയറി ഒക്കെ കൂടുതൽ പഠിച്ചോളൂ, പക്ഷെ പ്രോബ്ലവും കൂടെ കൺസിഡർ ചെയ്ത് മാത്രം കുറച്ച് ബേസ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ നോക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാവൂ. ഇല്ലെങ്കിൽ എക്സാം ഹാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴത്തേക്കും എന്താണ്, അയ്യോ എനിക്കിത് അറിയായിരുന്നു, ഇക്വേഷൻ മാത്രം മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അതുകൊണ്ട് 5 മാർക്കിന് ചോദിക്കുന്ന 2 പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. The following data are available to XY Limited. Earnings per share, internal rate of return, cost of capital, rupees 3, 50% and 12% respectively. Okay. If Walter's valuation method holds, what will be the price per share when dividend payout ratio is 50%? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഫേമിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ പ്രൈസ് ഏത് മോഡലിലാണ്? വാൾട്ടേഴ്സ് വാല്യുവേഷൻ മോഡലിൽ വാല്യൂ ചെയ്ത് അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. പ്രൈസ് പെർ ഷെയർ വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 50% എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ ആൻസർ എഴുതുമ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തെഴുതുക. ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ₹3 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അതെടുത്തെഴുതുക. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15%. അല്ലെങ്കിൽ നമുക്ക് 15% എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 0.15 എന്നല്ലേ പറയാം, അങ്ങനെ പറയാൻ പറ്റുമല്ലോ. 15% നമുക്ക് എന്തെന്ന് പറയാം? 0.15 എന്ന് പറയാം. അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12% എന്ന് പറയുന്നത്. 12% എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ് 0.12 ആയിട്ട് നമുക്ക് 12%നെയും കൺവേർട്ട് ചെയ്യാം. അത് അതുപോലെ തന്നെ അങ്ങനെ എഴുതണം കേട്ടോ. 15% എന്ന് മാത്രമല്ല, 15% ഓർ 0.15, 12% ഓർ 0.12 എന്നുള്ള കേസും കൂടെ അതിനകത്ത് എഴുതിയിട്ട് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50%. അപ്പോൾ ഈ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതുപോലെ അങ്ങ് എടുത്തെഴുതി. ഇനി നമ്മൾ വാൾട്ടേഴ്സ് മോഡൽ പ്രകാരം ഒരു ഷെയറിൻ്റെ ഷെയർ പ്രൈസ് വാല്യൂ ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ഇക്വേഷൻ മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? ഇത് കാണുമ്പോൾ ഒരു വലിയ കാര്യമാണെന്നൊക്കെ തോന്നുമെങ്കിൽ ആക്ച്വലി നമ്മൾ ആ പ്രോബ്ലത്തിലോട്ട് കിടക്കുമ്പോൾ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. P is equal to D plus R divided by KE into E minus D all divided by KE എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഷുവറായിട്ട് നിങ്ങളിതൊന്ന് കാണാതെ പഠിക്കുക. എന്നിട്ട് ഈ സാധനങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ഇപ്പോൾ ഡി എന്നും കെ ഇ എന്നും ഇ എന്നും ഒക്കെ പറഞ്ഞു, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അപ്പോൾ നമുക്ക് പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ്. നമുക്ക് ഡൗട്ട് ഇല്ല, മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ആ മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? നമുക്കറിയാം എന്താണ്? ഡിവിഡൻഡ് പെർ ഷെയർ. ഡി ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർ ഷെയർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർ ഷെയർ പ്ലസ് ഡി പ്ലസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ കെ ഇ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആർ അല്ലേ? ആർ ഡിവൈഡഡ് ബൈ കെ ഇ. കെ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്നാണ്. കെ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ ഡി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ കെ ഇ. ആർ റേറ്റ് ഓഫ് റിട്ടേൺ ആണെന്ന് നമ്മൾ പഠിച്ചു, കെ ഇ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെന്ന് പഠിച്ചു. ഇനി എന്താണ് ഇക്വേഷനിൽ പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ എന്തുകൊണ്ട് നമ്മൾ ഇൻഡു ചെയ്യും? ഇ മൈനസ് ഡി. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറഞ്ഞാൽ
ആ ഏണിങ്സ് പെർ ഷെയർ, ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഏണിങ്സ് പെർ ഷെയർ മൈനസ് ഡി, ഡി നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ആ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻ കേസ് നമ്മളത് ഇക്വേഷൻ എഴുതിയിട്ട് താഴെ സ്റ്റെപ്പായിട്ട് എഴുതിയാലും നമുക്ക് എന്ത് തന്നെ അതിൻ്റെ ഒരു കുറച്ച് മാർക്കും കൂടെയൊക്കെ അതിൻ്റെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് എന്തായാലും ബെനിഫിഷ്യൽ മാത്രമേ ആവുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ വാല്യൂ എന്ത് ചെയ്യും, ആ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. ഇക്വേഷൻ നമ്മൾ വീണ്ടും എടുത്ത് എഴുതിയിട്ട് ഇവിടെ നോക്ക്, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടെ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ആ ഡിവിഡൻഡ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഏണിങ്സ് പെർ ഷെയർ 3 രൂപയാണെന്ന് പറഞ്ഞില്ലേ. ആ 3 ഇൻറ്റു നമുക്ക് ഏണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50%. അപ്പോൾ 3 ഇൻറ്റു 50% ചെയ്യുമ്പോൾ നമുക്ക് 1.50 എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ല. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ എന്തും തന്നിട്ടുണ്ട്, ആ ഏണിങ്സ് പെർ ഷെയർ മാത്രമേ തന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഡിവിഡൻഡ് കണ്ടുപിടിക്കാം. ആ ഡി ഈസ് ഈക്വൽ ടു എന്താണ്, ഏണിങ്സ് പെർ ഷെയർ ഇൻറ്റു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് എത്ര കിട്ടി, ഡിവിഡൻഡ് എത്രയാണെന്നാണ് നമ്മൾ പറയുന്നത്, 1.50 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നു. പി ഇസ് ഈക്വൽ ടു ഡി പ്ലസ് അല്ലേ. ആ പി ഇസ് ഈക്വൽ ടു ഡിക്ക് പകരം നമുക്ക് എന്തൊന്ന് കൊടുക്കാം, 1.50 കൊടുത്തു, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നു. ഇനി പ്ലസ് എന്താണ്, ആർ ഡിവൈഡഡ് ബൈ കെ ഇ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ആർ എത്രയാണ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, 0.15. അതുപോലെ എഴുതി, ആറിന് പകരം നമ്മൾ എന്ത് എഴുതി, 0.15 എഴുതി, ഡിവൈഡഡ് ബൈ കെ ഇ. കെ ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ്, 0.12 ആണ് കെ ഇ എന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ ഡി. ഈ 3 ആണെന്ന് നമുക്കറിയാം, ഡി എത്രയാണെന്നറിയാം, 1.50 ആണെന്നറിയാം, ഓൾ ഡിവൈഡഡ് ബൈ കെ ഇ. കെ ഇ എത്രയാണ്, 0.12 ആണ്. ഓക്കെ, ഇനി ഇതിന് എന്ത് ചെയ്താൽ മതി, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിന് ഓരോന്നായിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 28.125 എന്നാണ് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വാൾട്ടേഴ്സ് മോഡലിൽ നമ്മുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത്. ആ ഇക്വേഷൻ നന്നായിട്ട് കാണാതെ പഠിക്കുക. ഇക്വേഷൻസിലുള്ള വാല്യൂ നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ഓരോ ടേംസും എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടാൽ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, താങ്ക് യു.